ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ നമ്മൾ മുരിങ്ങ പൂ കൊണ്ടുള്ള 2 കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് കുറച്ച് മുരിങ്ങ പൂ എടുത്തിട്ടുണ്ട്. അത് കഴുകി നല്ലപോലെ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായ കുറച്ച് സവാള കുഞ്ഞതായി അരിഞ്ഞത്, പച്ചമുളക്, 2 കോഴിമുട്ട, കറിവേപ്പില കുഞ്ഞതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 2 കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി, കോഴിമുട്ട മുരിങ്ങപ്പൂവും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, ഹെൽത്തിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിപ്പ് എടുത്ത് കഴുകി വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇതേപോലെ മുരിങ്ങപ്പൂവിൻ്റെ ഈ തണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്ത് വെന്ത പരിപ്പിലോട്ട് നമുക്കിതൊന്ന് മുരിങ്ങപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് സാൾട്ടും കുറച്ചൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടാണ് പരിപ്പ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് മഞ്ഞൾപ്പൊടിയും സാൾട്ടും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ച് വെച്ച തേങ്ങയും കൂടി അതിൽ ആഡ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് താളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂവും പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾ മുരിങ്ങപ്പൂ കാണുമ്പോൾ കളയരുത്, ഇങ്ങനെയൊന്ന് കറി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യണം. അതിൽ ആൾ വേണം പ്രസ് ചെയ്യാനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.